ഹായ്. അപ്പം നമ്മുടെ മെക്കാനിക്കൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഞാനേ ഒരു വണ്ടിയുടെ ഒരു വർക്കിൻ്റെ എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എൻ്റെ വണ്ടി കാണിച്ചു തരാം. അതെ 98 മോഡല്, ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ളൊരു മാരുതി 800 ആണ് കേട്ടോ. കാർബറേറ്റർ മോഡലാണ്, എബോവ് ആവറേജ് ആണ് വണ്ടി. അതായത് ആവറേജ് അല്ല, അതിലും കുറച്ച് മുകളിലായിട്ട് നിൽക്കും. AC ഉണ്ട്, പിന്നെ എൻജിനൊക്കെ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. പക്ഷേ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ബാക്ക് ബമ്പറൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കാണ്. നമ്മളൊന്നും ചെയ്തു വെച്ച വേലയല്ല അത്. എന്താണ്, ഇതിൻ്റെ മുന്നത്തെ ഓണർമാർ ഉപയോഗിച്ചതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ പാച്ച് വർക്ക് ഇല്ല, എൻജിൻ സൈഡ് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളുള്ള വണ്ടിയല്ല. ഇപ്പോഴും കമ്പനിയുടെ കുറേ പാക്കിങ് സീലിംഗ് ഒക്കെ അതേപോലെ തന്നെ വണ്ടിയുടെ അകത്തും ഇൻസുലേഷനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നും ഇളക്കിപ്പറിച്ച് കളഞ്ഞിട്ടില്ല പലതും. പക്ഷേ വണ്ടി മൊത്തത്തിൽ വലിയൊരു ലുക്കില്ല വണ്ടി. അപ്പോൾ ഈ വണ്ടി എൻ്റെ ഒരു ആഗ്രഹം, ഒന്ന് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തോ, അതെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്കൊന്ന് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് ആക്കണം. അതായത് ഈ റൂഫ് ടോപ്പ് അഴിച്ചു മാറ്റിയിട്ട് റീഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതിന് എത്ര ചിലവ് വരും, പിന്നെ പെയിൻറ്റിങ് മാറ്റണം. നമ്മൾ റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു കാർ കളക്ഷൻ പോലെ. ഇപ്പം മാരുതി 800ൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് മൊത്തം പോയേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ വണ്ടീനെ വേറെ ഒരു ലെവലിലോട്ടൊന്ന് മാറ്റിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഹാഫ് വരെ വരുന്ന തരത്തിൽ, അപ്പോൾ പുറത്ത് തോന്നാത്ത തരത്തിൽ നമുക്ക് ഈ റൂഫ് അങ്ങനെ തന്നെ അഴിച്ചു മാറ്റാനും ആവശ്യമുള്ളപ്പോഴത്ത് ഫിക്സ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കൊന്ന് കൺവെർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതിന് എത്രത്തോളം ബഡ്ജറ്റ് വരും, സാങ്കേതിക വശങ്ങൾ ആണ് എനിക്കറിയേണ്ടത്. പേപ്പർ സൈഡ് നമ്മൾ നോക്കണില്ല, കാരണം നമ്മൾ റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം പിന്നെന്താണ്, ഫ്രണ്ട് ഗ്ലാസ്, ഫ്രണ്ട് വിൻഷീൽഡ് നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്ക് നമ്മൾ ഓപ്പൺ ടൈപ്പ് ജീപ്പിൻ്റെ ഒക്കെ പോലെ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള സമയത്ത് റീഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ എത്ര ബഡ്ജറ്റ് വരും, തോതിൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ്? തോതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക പണിക്കൊക്കെ അത്യാവശ്യം പൈസ വരും എന്നുള്ളത് അറിയാം. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അന്ന് 98 ഇറങ്ങിയ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഫ്രണ്ട് ജസ്റ്റ് കാണിച്ചു തരാം, ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം. ഈ തരത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടേജ് ഒക്കെ വരുന്ന തരത്തിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക. ജസ്റ്റ് മെക്കാനിക്കൽ അത് പാച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു പ്രൊജക്ട് കാറായിട്ട്, നമ്മുടെ ചാനലിൻ്റെ പ്രൊജക്ട് കാറായിട്ട് നമ്മൾ വെക്കുകയാണ്, അല്ലാതെ റോട്ടിൽ ഓടിക്കാനല്ല. ഇങ്ങനെ നല്ലൊരു 4 കൊല്ലത്തേക്ക് പേപ്പറുള്ള വണ്ടിയാണ്. പക്ഷേ നമുക്ക് വേറെ വാഹനങ്ങളുള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം തലക്കാലം ഇല്ല, കൊടുത്താലും ഒന്നും കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാർ കളക്ഷൻ എന്നുള്ള ആൾക്ക് കൺവെർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ആ ഒരു പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലുള്ള വാഹന സംബന്ധിയായ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് കൂടെ കൊണ്ടുപോകണം. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ. ഈ മഴ തുടങ്ങിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടർ ഇതിലിരിക്കുന്നത് ഡെൻസോയുടെ സ്റ്റാർട്ടറാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റാർട്ടറൊക്കെ ഇനിയിപ്പോൾ ബൂട്ട് മോവിലുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടൊക്കെ ഇരിപ്പുണ്ടാവും. എന്തായാലും അതിനൊന്നും മുതിർന്നില്ല. ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടറിൽ ചില സമയത്തൊന്നും ഇത് സ്റ്റാർട്ട് ആവാറില്ല. എന്തായാലും വണ്ടിയുടെ എക്സോസ്റ്റ് AC ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. എക്സോസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇന്നിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തായാലും നോക്കാം സ്റ്റാർട്ട് ആവണ അവസ്ഥ എന്താന്ന്. വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ചില സമയത്ത് സ്റ്റാർട്ടറിന് ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടർ ഞാൻ പ്രാവശ്യം മാറിയതാണ്, ഡെൻസോടെ അല്ല, വേറെ ഏതൊരു കമ്പനിയുടെ ആയിരുന്നു. ഇപ്പോൾ ഇതിലിരിക്കുന്ന ഡെൻസോടെയാണ്. പക്ഷേ ഡെൻസോടെയും റീകണ്ടീഷൻഡ് സ്റ്റാർട്ടറാണ് നമ്മുടെ വണ്ടിയിൽ. കാർബറേറ്റർ വണ്ടിയാണ്. 98 MBFI ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിൽ ഈ നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റിനോട് അത്ര കാര്യമായിട്ട് കിട്ടില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. ആ മൈക്കൊന്ന് ഊരിയിട്ട് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ വീഡിയോകൾ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.